Bro. Yeah. Channel subscribe ചെയ്യണേ. MD. Hello. JPB. It's only right, baby. Yeah. Why you mad? Hi guys, I'm Faiz Ibrahim. Welcome back to another video. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നുള്ളൂ. ഒരു മോർണിംഗ് വാക്കാണ്. അതെൻ്റെ കൂടെ നമ്മുടെ ബ്രോ ഉണ്ട്, അൻസാർക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങാറ്. Yeah. MD. JPB. It's only right, baby. Yeah. Why you mad? I got a bad bro. Name hot in these streets. No guys, അപ്പോൾ നമ്മൾ നടക്കാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് തീരെ പോരാ. നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന അത്ര സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഷോക്കാണ്. അത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണാനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചാനലിലൂടെ ഞാൻ കാണിക്കുന്നത് ഫുള്ള് എൻ്റെ ഒരു ലൈഫായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടും കെയറും എനിക്ക് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് ഇനിയും പുതിയ വീഡിയോസ് ചെയ്യാനൊരു താല്പര്യം നമുക്ക് ഉണ്ടാവും. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോസ് കുറച്ച് മുന്നേ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അന്നൊന്നും ഈ ചാനൽ ഈ വീഡിയോസ് അങ്ങനെ മൈൻഡൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. പഴയ പോലെ നല്ലപ്പോൾ സെറ്റപ്പ് ആക്കിയില്ലേ. നിങ്ങളെൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് ഇനിയും വീഡിയോസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാഡാണെങ്കിലും അതോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് സംസാരിക്കാത്ത അതിന് മാത്രം ഉള്ളൊരു കഴിവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ സംസാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ ശരിക്കും മോശമാണ് സംസാരിക്കാൻ. അതെനിക്ക് മനസ്സിലായത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട്. പലരും പറഞ്ഞു സംസാരം ഒന്നുകൂടി സെറ്റാക്കണമെന്ന് പലരും പറഞ്ഞു. അപ്പോഴൊക്കെയാണ് ഞാൻ എന്നെ കുറിച്ചിട്ട് ചിന്തിച്ചത്, എൻ്റെ സംസാരത്തെക്കുറിച്ച് ചിന്തിച്ചത്. SAYIZZI B അടുപ്പിച്ചെന്ന് I B R A ഏതാ വന്നല്ലേ? വേദന എന്ന് പറയാനൊന്നുമില്ല. മുക്കിലിങ്ങനെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. I tell shorty drop it for a real one. Go ahead and pop it, let me feel some. Do it for the boy with a bag now. Movie star money making everybody act out. നമ്മളൊരു ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. See, I'm only getting better. You only get jealous. You know that I run it. Everything you wanna do, I already done it. And I got your little boo telling me she love me. I got this one, that one. Damn, it's gonna be a long night. You know, I got this one, that one. Damn, it's gonna be a long night. Yeah. MD. JPB. You already know, baby. മൊത്തത്തിൽ 2 കിലോമീറ്റർ. അത് ശരി. സർഗ, നമുക്കൊന്ന് വെറൈറ്റിക്കൊന്ന് ഓടിയാലോ? കാലം പ്രശ്നം
തുടർന്ന് വലിഞ്ഞിട്ട് അതെ ഓട്ടായിരുന്നു And you can run it back, yo, go on, run it back. You know that I run it. Everything you wanna do, I already done it. And I got your little boo telling me she love me. I got this. You know. I said. ഞാൻ ആ ഒരു ടൈമിൽ എന്താ പറയുക +2 ഒക്കെ ആ ടൈമിൽ ഞാൻ പ്രാവീണ്യം വളർത്തിയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഫീല് കിട്ടും. പിന്നെ ജിമ്മിൽ ചേർന്നതിന് ശേഷം പിന്നെ ജിമ്മായി മൈൻഡ് ഫുള്ള്. അൻസാർക്കാട് വീട്ടിലിപ്പോൾ ഏതൊക്കെ പ്രാവുണ്ട്? മുഗി സിറാസ് ഫാൻഡേല്. അതെ മുഗി സിറാസ് ഫാൻഡേല് യൂറോപ്പ് സിറാസ്. സെയിൽസൊക്കെ ഉണ്ടോ? ആ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും പ്രാവിനെ താല്പര്യമുള്ളവർ ഇതിലുണ്ടെങ്കിൽ പ്രാവിനെ വേണമെന്നോ അതോ വിൽക്കണമെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അൻസാർക്കാനെ സമീപിച്ചാൽ മതി. അപ്പോൾ ഇന്നായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ കോണ്ടാക്ട് നമ്പർ ശരിക്കും പറഞ്ഞാൽ ഒരു രാവിലെയൊക്കെ ഡെയിലി എനിക്ക് നടക്കാൻ പോകുന്നത് പറയുമ്പോൾ ഒരു വൈബ് തന്നെയല്ലേ. എവിടെ നായേ ഈ വീട്ടിലാ സീന അടച്ചിട്ടില്ലേ? CID മുസൈലുള്ള നായല്ലേ അതേപോലത്തെ CID മുസൈഡ് ഉള്ള പോലത്തെ. അപ്പോൾ നടക്കുമ്പോൾ കാണാറുണ്ടോ? ഇവിടെ കിടക്കണ്ടോ? ആള് ശല്യമില്ല. പക്ഷെ ഗേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചാടി വരും. 10 ചാടാൻ ഗേറ്റ് എടുത്ത് ചാടാൻ പറ്റില്ല നമുക്ക്. ഗേറ്റ് എടുത്ത് ഈ മാത്രമൊക്കെ ചാടും ഞാൻ. സീനില്ല. സീനാണോ നായ? അതാ എടുക്കുന്നത്. നടക്കാൻ പോരാവില്ല. അവിടെ എടുക്കണ്ടില്ലേ? അതാ കാണുന്നതൊരു ഗ്രൗണ്ടാണ്. കണ്ടപ്പോ തിരിച്ചറിയില്ല. പുല്ലൊക്കെ പിടിച്ചിരുന്നു. ആ കുളത്തില ബ്രാല അതിനെ പിടിക്കാൻ കിട്ടില്ല. ആ എപ്പോഴും ഉണ്ടാവും ഇവിടെ. വലിയ ബ്രാലുണ്ടായിരുന്നില്ലേ? പിന്നെ കുഞ്ഞുങ്ങള് കരിമീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് ഇട്ടാൽ മതി. ഈ ടൈമിലുണ്ട് അവരൊന്നും. ഇവിടെ അതിന് അമ്പലക്കുളല്ലേ? അല്ലേ ഇത് അങ്ങ് വലുതാവുമല്ലോ. അത് വലുതാവും. അപ്പോൾ ആരെങ്കിലും പുള്ളികളൊക്കെ വായിച്ച് കൊണ്ടുപോയിട്ട് പിടിക്കും. എന്തായാലും മനുഷ്യനെ പോയിരിക്കണമല്ലോ. അതെ അല്ലാണ്ട് ഇത് നിധി കൊണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയാണ്. എൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ. ഞങ്ങളാ രാജ്യത്തൊക്കെ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. എന്ത് മീനില്ലേ? കരിമീൻ പിണറായി 10 ലക്ഷം കരിമീൻ കുഞ്ഞുങ്ങളാണ് അവിടെ കായലിലിട്ടത്. ആര്? പിണറായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. 10 ലക്ഷം കരിമീൻ കുഞ്ഞുങ്ങളെ എവിടെ ഇട്ട്? ഞങ്ങളുടെ അവിടെ കായലുണ്ട്. ആ കടലും പുഴയും കൂടി അതിലിട്ട് ആൾക്കാർ പിടിക്കുന്നില്ല. ആൾക്കാർക്ക് തിന്നാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. സെറ്റാ. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഇതുപോലെ കുളങ്ങളൊക്കെ അത്ര ഇവിടെ കിടക്കുന്നത് കേരളത്തിൽ. അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ചത്ത മീൻ വാങ്ങേണ്ട ആവശ്യമില്ല. അതെ നല്ല ഫ്രഷ് മീൻ പിടിച്ചിട്ടില്ല. ഈ വെട്ടിടുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. വെട്ടിടുക. ആ വെട്ടിടലിൽ കൂടുതലും ബ്രാലാണ് പെടുക. ഈ വാഴേൻ്റെ ഒരു തണ്ട് ഇത്രയുള്ള തണ്ട് അതിൻ്റെ മുകളിൽ ചൂണ്ടലിൽ നൂല് കെട്ടിയിട്ട് ചെറിയൊരു മീൻ കൊളുത്തിയിട്ട് ഇടുക. അങ്ങനെ നേരത്തെ കുറച്ച് ഇടുക. കുറേ കഴിയുമ്പോൾ ഇത് കിട്ടുന്നില്ല അതിൽ ബ്രാലി. പിന്നെ അതിന് പോകാൻ പറ്റില്ല. അങ്ങനെ എടുക്കുക. അത് ഇവരാരെങ്കിലും കാണുമോ? അതില്ല. അങ്ങനെയൊക്കെ സൂത്രം വേണം. ഇല്ലെങ്കിൽ അവൻ നമ്മളെ പാറ്റിയിട്ടും ഇല്ല. അതാ സാധനമാണ്. ശരി പോവാണ്. അപ്പോൾ ഇതൊരു യൂട്യൂബ് ചാനലിൽ ഇടാനുള്ള വീഡിയോസാണ്. ഫോണുണ്ടോ? വീട്ടിലുണ്ടാവില്ല. വീട്ടിൽ പോയിട്ട് ഫായിസ് ഇബ്രാഹിം എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കാണാം കേട്ടോ. അല്ല നമ്മളെ വേറൊരു ആവശ്യം കേട്ടോ. എന്താ?
കോവിഡ് രോഗത്തിന് ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ കോവിഡ് രോഗം? അതെന്താ? ഈ ചെറിയ ചുണ്ണാമ്പ് പാക്കറ്റ് അതാ, ആ അതിൽ ഒരു 1/2 മീറ്റർ ചെമ്പിൻ്റെ കമ്പി ചുരുട്ടിയിട്ട് അതിലിടുക. എന്നിട്ട് ഒരു 2-3 ആണി ഇടുക. എന്നിട്ട് അത് കലക്കി വെക്കുക. കോവിഡ് രോഗത്തിന് കലക്കി വെക്കുക ഒരു പാത്രത്തിൽ. അത് തെളിഞ്ഞതിന് ശേഷം അത് ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്തിട്ട് കാപ്പിക്കലം അതുപോലെയുള്ള കലത്തിൽ ഒരു 1/2 കലം ഒഴിക്കുക. എന്നിട്ട് അത് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ശ്വാസം വിട്ട് പനി കഫക്കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമ്മൾ ആവി കൊള്ളില്ലേ, അതുപോലെ ആവി കൊള്ളും. കോവിഡ് മാറും. കോവിഡ് എങ്ങനെ ഉണ്ടായതറിയോ? എങ്ങനെ? കോവിഡ് നമ്മുടെ ശരീരം ഈറ്റി കൂടി കൊണ്ടാണ് ഉണ്ടായത്. ചൂട് ശരീരത്തിൽ ചൂട് കൂടിയ. ചൂടെന്ന് പറഞ്ഞാൽ പലിശ തിന്ന, അത് ഈറ്റ് കൂട്ടണ സാധനമാണ്. പന്നിയിറച്ചി തിന്ന, ഈറ്റ് കൂട്ടണ സാധനമാണ്. കഞ്ചാവ്, ചരസ്, ബ്രൗൺ ഷുഗർ, കള്ളു കുടിക്കുക, ഇതൊക്കെ ഈറ്റ് കൂട്ടണ സാധനമാണ്. അങ്ങനെ നമ്മുടെ ശരീരം ഈറ്റ് കൂടി. ഈറ്റ് കൂടിയപ്പോൾ എന്തായി? നമ്മുടെ ബ്ലഡിൻ്റെ ശക്തി കുറഞ്ഞു. അപ്പം സർക്കുലേഷൻ മൂപ്പര് ബ്ലഡിന് തള്ളി കയറ്റണമല്ലോ ആർട്ടിലേക്ക്, അതിൻ്റെ പവർ കുറഞ്ഞു. അപ്പോൾ രോഗാണുക്കൾ കയറി മറ്റൊരു. അതാണ് സംഭവം. അപ്പം ഇങ്ങനെ ചെയ്താൽ മാറുന്നില്ലേ? ഇങ്ങനെ ചെയ്താൽ മാറുമെന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പം നിങ്ങൾക്ക് അനുഭവം കിട്ടിയാൽ പറഞ്ഞു. ഈ അറിവ് ഇപ്പോൾ എവിടുന്ന കിട്ടി? ഇത് നമുക്ക് സ്വയം തോന്നി. ഞാനിങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ അനവധി ആൾക്കാർ മരിക്കുന്നത് എന്തോ ഒരു പ്രതിവിധി പടച്ചവരെ എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പം ആ ചിന്തയിൽ കൂടി വന്ന ഇതാണ് ഇത്. മനസ്സിൽ വന്നതാണല്ലേ? മാനസികമായ ചിന്തയിൽ കൂടി വന്ന. അതെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ നോക്കും. അപ്പോൾ പിന്നെ കാണാം, നാളെ നടക്കാൻ വരുമ്പോൾ കാണാം. ഓക്കെ, ബൈ. അൻസാർക്കോ പോസ്റ്റായ ഒരു കോവിഡിനുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ UP സ്കൂള്. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളാണ്. ഇവിടെയൊക്കെ കിടന്ന് ഒരുപാട് കളിച്ചിട്ടുള്ള ഞാൻ. അൻസാർക്ക് ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഇവിടെ തന്നെ പഠിച്ച്? അതെ. പെടായിരുന്നു ആ കാണുന്ന ജനലയുടെ മുകളിൽ നിന്നൊക്കെ ചാടിയായിരുന്നു. അതൊരു രസം തന്നെയായിരുന്നില്ലേ? അന്ന് ഇത്ര ഹൈറ്റ് ഉണ്ടാകുന്നില്ല തോന്നുന്നു, നെഗറ്റി. ഇതൊരു കുന്നുപോലെ ആയിരുന്നു, ഇങ്ങനെ ചെരിവായിരുന്നു അല്ലേ? പിന്നെ അത് ഇങ്ങനെയൊക്കെ കാഴ്ച നമ്മൾ നടത്തം തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ വഴി നമ്മൾ ആ വഴിയാണ് പോയത്. ആ വഴി അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഈ വഴി തിരിച്ചു വന്നു. 1 മണിക്കൂർ നടന്നു അല്ലേ? അൻസാർക്ക് ഇപ്പോൾ എത്ര ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട്? അതെ. അപ്പോൾ നടന്നിട്ട് വല്ല എന്തെങ്കിലും എത്ര വെയിറ്റ് പറഞ്ഞു? 2.5 കിലോ പറഞ്ഞ? എത്ര ദിവസമായി നടക്കുക? ഒരാഴ്ചയായിട്ട് 2.5 കിലോ പറഞ്ഞു? 1.5. അപ്പോൾ കാഴ്ച ഒരാഴ്ച കൊണ്ട് 1.5 കിലോ കുറച്ചിരിക്കുകയാണ്. വെൽ ഡൺ മൈ ബോയ്. ഇതേതാണ് ഐറ്റം? മുഗിയ. ഏതോ നാടൻ മുളകില്ലേ? വെറൈറ്റി പ്രാവുകളൊക്കെ ഇവിടെ. സിറാസ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഫായിസ് ഇബ്രാഹിം. എൻ്റെ ചാനലിൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം. സബ്സ്ക്രൈബ് ചെയ്യോ? ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ബ്രോ ചേട്ടനോടും അനിയനോടൊക്കെ പറയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ.